ഒന്ന് നിന്നെ. ഊരു ചുറ്റൽ കഴിഞ്ഞ് രണ്ടും എത്തിയോ? ഈ വീട്ടിലെ വിശേഷം ഒന്നും അറിയണ്ടേ? അതും കൂടെ അറിഞ്ഞിട്ട് പോ. അതോ അതൊന്നും അറിയാൻ താല്പര്യമില്ലേ? അവർക്ക് എങ്ങനെ താല്പര്യം ഉണ്ടാവും ഗിരിജെ? ഇന്ദ്രപ്രസ്ഥത്തിന്റെ യഥാർത്ഥ അവകാശി വരാൻ പോകുന്നറിയുമ്പോ ചിലരുടെയൊക്കെ ഉള്ളൊന്ന് കത്തുവല്ലോ. കേട്ടല്ലോ ദുർഗെ, എന്റെ പ്രഗ്നൻസി കൺഫേം ആയി. ഈ തറവാട്ടിലെ അടുത്ത തലമുറ എന്റെ വയറ്റിലാ വളരുന്നേ. ഇപ്പോഴേ ഇവിടെ എല്ലാവർക്കും ഞാനാ പ്രധാനം. നിനക്കും ഇവനും ഇനി ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഷി. പിന്നെ കൺഗ്രാറ്റ്സ്. നിന്റെ കൺഗ്രാറ്റ്സ് ഒന്നും എനിക്ക് വേണ്ട. പിന്നെ നിന്റെ സന്തോഷം, ആ അഭിനയം പൂർണിമ ചേച്ചിയുടെ അടുത്ത് മതി. എന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഉള്ളൂ നിനക്കൊക്കെ ഇവിടെ സ്ഥാനം. ഇനി അധികം നാൾ ഇവിടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. നാണോ മാനോ ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നീ ഈ വീട്ടിലെ മരുമകളും ഇവർ അഭയാർത്ഥികളും. ആ വ്യത്യാസമുണ്ട് മോളെ. മതി, നിർത്ത്. അക്ഷിത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്ന് കരുതി ദുർഗയെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അതിനാർക്ക് വേണം നിന്റെ സമ്മതം? ഇനി ഈ ഇന്ദ്രപ്രസ്ഥ എന്റെ മോളുടെയും അവളുടെ കുഞ്ഞിന്റെയും കീഴിലായിരിക്കും. അത് കണ്ടു നിന്ന് സഹിക്കാൻ നിനക്ക് ഇവനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും ഇറങ്ങി പോകാൻ നോക്ക്. എന്താടി നീ മിണ്ടാത്തെ? നിന്റെ നാവിറങ്ങിപ്പോയോ? എന്റെ കുഞ്ഞു വരുമ്പോ നിനക്കിവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞ ഈശ്വരൻ ഇത്രയും പെട്ടെന്ന് നിനക്കും പൃഥ്വിക്കും ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത് ഇവളുടെ അഹങ്കാരം തീർക്കാനാ. നാശങ്ങള്. അഭയാർത്ഥികളെ പോലെ വലിഞ്ഞു കയറി വന്നവർക്ക് വീട്ടുകാരാവാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും ഇവറ്റകളൊന്ന് മനസ്സിലാക്കട്ടെ. താ വാ ദുർഗെ, എന്തിനാ അതൊക്കെ കേട്ട് നിൽക്കുന്നേ? അകത്തേക്കല്ല. അഭിമാനം ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ഇവളെയും വിളിച്ചും കൊണ്ട് വീടിന് പുറത്തേക്ക് പോ. ഇവരെങ്ങോട്ട് പോവാൻ? പാവം, തന്തേം തള്ളയൊന്നും ഇല്ലാത്ത അനാഥരായി പോയില്ലേ അപ്പച്ചേ? ഇതിനൊക്കെയുള്ള മറുപടി തൽക്കാലം ഞാൻ തരുന്നില്ല. ഓ വാ കിരൺ. മോളെ, ഇനി നീ ഇവറ്റകളെ വെറുതെ വിടരുത്. ഈ വീടിന്റെ അധികാരം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, ഇനിയിപ്പോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ആരും നിന്നെ വഴക്ക് പറയില്ല. അതുകൊണ്ട് ഇവറ്റകളെ ഓടിക്കാനുള്ള പരിപാടികൾ നമുക്ക് നോക്കി തുടങ്ങാം. അതെ. എങ്കി പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും ഇവിടെ കുറച്ചു ദിവസം നിന്നിട്ട് പോയാ പോരെ? വീട്ടിൽ ചെന്ന് നിന്റെ മുത്തശ്ശി അച്ഛനെ ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കട്ടെ. എന്നിട്ട് അധികം വൈകാതെ ഞങ്ങൾ വരാം. അല്ലേ ഗിരിജെ? അതെ. ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യണ്ട. സന്തോഷമായിട്ടിരിക്കെ. ഞങ്ങൾ വേഗം തിരിച്ചു വരാം. വാ.